നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഗോൾഡ് 14,070 വന്നു. അങ്ങനെയെന്ന് വെച്ചാൽ 12,900 നമുക്ക് കിട്ടിയിരിക്കും. നമ്മളെ ഇതിൽ വന്നിട്ട് ഒരു ₹1000 കൂട്ടി വച്ചിരിക്കുന്നു. സോ നമുക്ക് ജിക്ക് നന്ദി പറഞ്ഞ് നമ്മൾ ഹാപ്പി ആയിരിക്കാം. 24 ക്യാരക്ടർ വന്നിട്ട് 15,000 ഇരിക്കുന്നു. ഇത് 14,000 കിട്ടേണ്ടതാണ്. ജിക്ക് നന്ദി പറഞ്ഞ് നമ്മൾ ഹാപ്പി ആയിരിക്കാം. സിൽവർ വന്നിട്ട് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 243 ചെന്നിരിക്കുന്നു. പക്ഷേ 270 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനും ജിക്ക് തന്നെ നന്ദി പറയണം. രൂപ വന്നിട്ട് നല്ല താഴെ ഇറങ്ങി 95-70 ചെന്നിരിക്കുന്നു. എണ്ണ 96 ഇരിക്കുന്നു എന്നാണ് പറയുന്നു. ഇന്ന് എന്തായെന്ന് വെച്ചാൽ രാവിലെ 2370 മാർക്കറ്റ് വന്നായിരുന്നു. പിന്നെ കയറ്റി 90 പോയിന്റ്സ് മൈനസിനടുത്ത് കൊണ്ടുവന്നു. മണി 3 ആയതും പെട്ടെന്ന് അത് വന്നിട്ട് എല്ലാം താഴെ ഇറങ്ങിയായിരുന്നു. അതിപ്പോൾ 260 പോയിന്റാണ് മൈനസിൽ കാണിക്കുന്നു. അതായത് ദൈവം കൈവിടുന്നത് പോലെയാണ് നടന്നത്. ഒരു മാർക്കറ്റ് ഇന്ന് കൈവിട്ടു. ഈ കൈവിട്ട മാറ്റർ ഒരുപാടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. 54,298 രാവിലെ ഇരുന്നു. വൈകുന്നേരം നോക്കുമ്പോൾ 450 പോയിന്റ് വിടുന്നായിരുന്നു. ബാങ്ക് നിഫ്റ്റി താഴെ ഇറങ്ങിപ്പോയിരിക്കുന്നു. ഫാർമ +0.3, IT -1.5, മെറ്റൽ -1.4, ഓട്ടോ -1.2, FMCG -0.4. എല്ലാം താഴെ ഇറങ്ങി കിടപ്പിലാണ് ഇരിക്കുന്നത്. മേൽ 7.5% അപ്പ് ഗില്ലി പോലെയാണ് ഇരിക്കുന്നത്. ഒരു 6% ഇറങ്ങിയിരിക്കുന്നു. തൂട്ട് ഫൈനാൻസ് 4% പോയി. അസഞ്ചർ വെഹിക്കിളും 2% പോയി. 2% പോയി. ജുവലേഴ്സ് 2% ഗില്ലിയാണ്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ 1.8% ഗില്ലി. നപ്പുറം 1.8 ഗില്ലി. TCS 1.7 ഗില്ലി. ഡസൻ ബാങ്ക് 1.1 ഗില്ലി. ഇസ്രായേൽ സീസ് ഫയർ ഉടഞ്ഞു. ഓരോരുത്തർ മിസൈൽ അയച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഒരു കുറവും ഇല്ല അതിന്. ഇന്നലെ 12 മിസൈൽ ഇസ്രായേലിൻ്റെ മേളിൽ വിട്ടിരിക്കുന്നു. ആദ്യത്തെ പ്രാവശ്യം ഇസ്രായേൽ ഡീൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ട്രംപ് ഭാഗവതർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. 100 ദിവസമായി. എന്നിട്ട് ഇപ്പോൾ 100 ഡേ കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഗ്യാസിൻ്റെ വില 29 രൂപ കയറ്റിയിരിക്കുന്നു. അൺസൈഡഡായി ഇരിക്കുന്നു. 29 രൂപയാണ് ഏറ്റിയിരിക്കുന്നത്. ചില ആൾക്കാർ എന്ത് പറയുന്നു എന്നാൽ 650 രൂപ വരയ്ക്കും ഇനി കയറ്റാം എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ലാസ്റ്റിൽ ഇരിക്കുന്നു എന്ന് പറയുന്നു. അപ്താർജി എങ്ങനെയാണ് ഒരു നല്ല കാലത്തിൽ സിലിണ്ടറൊക്കെ നിങ്ങൾക്ക് തന്നായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. $148 വിറ്റുകൊണ്ടിരുന്ന സമയം 300 രൂപയ്ക്കാണ് കൊടുത്തത്. ഇപ്പോൾ ഈ 70-80 വിൽക്കുന്ന സമയം ഇത്ര വിലയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സിലിണ്ടർ മൈലാപ്പൂരിലുള്ള ഒരാളെൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു എന്നാൽ 400 രൂപ കൊടുത്ത് ഞങ്ങളോട് സിലിണ്ടർ വാങ്ങാൻ പറ്റുമോ? അന്നങ്ങനെ പറഞ്ഞു. പക്ഷേ ഇന്ന് ഈ 1000 രൂപ കൊടുത്ത് എങ്ങനെയാണ് സിലിണ്ടർ വാങ്ങുന്നു എന്ന് അറിയാൻ പറ്റുന്നില്ല. ചെന്നൈയിൽ 958 രൂപ. പറഞ്ഞവർ ഈ മീതിയിരിക്കുന്ന 42 രൂപ എടുക്കും. 1000 രൂപ പോയി. ശരി, ഇന്ത്യ എന്ത് പറയുന്നു എന്നാൽ എത്തനാൽ 85%, 15% പെട്രോൾ, 30 രൂപ ഡിസ്കൗണ്ട്. നിങ്ങൾ വാങ്ങിയ വണ്ടി ഓടുമോ എന്ന് നോക്കിക്കോ. കാരണം അതിൻ്റെ അടുത്ത് പോകാതിരിക്കുന്നത് വളരെ നല്ലതാണ്. തനിയായിട്ട് വണ്ടി കൊണ്ടുവരുമ്പോൾ തനിயாக വാങ്ങുന്നതാണ് നല്ലത്. ഈ +PL പോവും. എന്തുകൊണ്ട് പോകും എന്ന് വെച്ചാൽ കാരണം ജീര മിനിസ്റ്ററിൻ്റെ മാത്രം തന്നെ എത്തനാൽ റെഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കോൺട്രാക്ട് ക്യാൻസൽ ആവുകയാണെങ്കിൽ എത്തനാൽ വരില്ല. റഷ്യൻ ഷെയർ ഓഫ് ഓയിൽ വന്നിട്ട് 38%. ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ല. പ്രീമിയം അവിടെ പറഞ്ഞാണ് വസൂലിക്കുന്നു ബ്യൂട്ടിന്. GM കൊടുത്തുകൊണ്ടിരിക്കുന്നു. സൗത്ത് കൊറിയ കാശ്മീർ 9% ഒരേ ദിവസത്തിൽ വിളുന്നിരിക്കുന്നു. നമ്മൾ വിളുന്നിരിക്കേണ്ടതാണ്. എങ്ങനെയോ തമ്പുരാൻ്റെ തല തപ്പിന്ന് വിചാരിക്കേണ്ടത് തന്നെ. നിങ്ങളെ കാശിനെ വെച്ച് എങ്ങനെയോ രക്ഷിച്ചു. കാരണം അമേരിക്കൻ നാസ്ഡാക്കിന് അലിപ്പ് കിട്ടിയിരിക്കുന്നു. ഇവിടെയും ഒരു പിടി പിടിച്ചിരിക്കും. ഇത് നിങ്ങൾ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിൽ ഇവിടെ കൊടുക്കുന്നതല്ലേ, ഇവത്തിൽ ഇട്ടുകൊണ്ടിരിക്കുന്നല്ലേ. ഈ ആഗത്തിൽ ഇട്ടതിൽ ഒക്കെയാണ് കാര്യമെന്ന് ഞാൻ പറയാം. 5 വർഷമായിട്ട് റിട്ടേൺ ഇല്ല എന്ന് പറയുന്നു. അതായത് റിലയൻസിൽ. HDFC ബാങ്കിനും പല വർഷമായിട്ടില്ല. വലിയ ലിസ്റ്റ് ഇട്ടിരിക്കുന്നു. ITCയും ഇട്ടിരിക്കുന്നു. ITCയുടെ എക്സ്പ്ലനേഷന് പോയ സാറ്റർഡേ തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നായിരുന്നു. ഇതിപ്പോൾ നോക്കിയാൽ മതി. ബാഡ് ഷെയറിന് 5 വർഷം 6 വർഷത്തിന് റിട്ടേൺ ഇല്ല. ഇരുന്നും ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന കൊടിയിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ കൊടിയിനെ എന്ന് വിടുന്നോ എന്നാണ് നാട്ടിന് നല്ലത്. ഇപ്പോൾ രോഹിത് ശർമ്മ കൂടെ വന്ന് പറയുന്ന പോലെ മ്യൂച്വൽ ഫണ്ട് സഹിഹ എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോ. അജേഷ് എക്സ്പോർട്സ് എന്ത് പറയുന്നു എന്നാൽ വി ആർ ഫ്രം ഗുജറാത്ത്, നിങ്ങൾ തെറ്റ് ചെയ്യാൻ പറ്റൂല, തെറ്റ് ഞങ്ങൾ പുതിയതായിട്ട് പേപ്പർ തരാം എന്നാണ് പറയുന്നു. നീവിൽ പറഞ്ഞതുപോലെ തന്നെ 1000 രൂപ പിക്ക് പാക്കറ്റ് അടിക്കുവാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അടിക്കും. 1.5 ലക്ഷം കോടി ഫ്രോഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കും. ലോ വന്നിട്ട് 52 വീക്ക് ലോ ആണ്. 180 രൂപയ്ക്ക് അടുത്ത് വന്നു.
ടാറ്റ സ്റ്റീലിൻ്റെ UK പ്രോജക്റ്റ്, അതായത് ഈ ഗ്രീൻ സ്റ്റീൽ പ്രോജക്റ്റ് 8 മാസം ഡിലേ ആകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുക്കാൻ മറന്നെന്ന് പറയുന്നു. ടാറ്റ ട്രസ്റ്റ് എന്ത് പറയുന്നു എന്നാൽ 1989-ൽ ഞങ്ങളെല്ലാം കറക്റ്റായി തന്നെ ചെയ്തു എന്ന് പറയുന്നു. ഇപ്പം എന്ത് പറയുന്നു എന്നാൽ മുമ്പേ നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ തിരികെ എടുത്ത് റിസർച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഗവൺമെൻറ് ടാറ്റ മോട്ടോർ കമേഴ്ഷ്യൽ വെഹിക്കിൾ വന്ന് ഈ ഡ്രഗ്സിലിരുന്ന് വെളിയിൽ ചെന്ന് സോഫ്റ്റ്വെയർ, സർവീസസ്, എക്സ്പോർട്സ്, മൊബിലിറ്റി ഇതുപോലെ ഒരുപാട് ബിസിനസ്സൊക്കെ അവർ യൂസ് ചെയ്യുന്നു. ഈ പ്രാവശ്യം 18% ഗ്രോ ചെയ്തിരിക്കുന്നു. ലോജിസ്റ്റിക്സും ചെയ്യാൻ പോകുന്നു. ഓവറോളായിട്ട് ഞങ്ങളൊരു ലോജിസ്റ്റിക് ബിസിനസ്സായിട്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. 70 രൂപയ്ക്ക് രണ്ടും ചേർത്ത് വാങ്ങി ഏതോ മുതലാളി കുറച്ചിട്ട് തന്നിരിക്കുന്നത് നമുക്ക്. നമ്മൾ വളരെ സന്തോഷത്തോടെ വച്ചിരിക്കാം. മാരുതി എന്ത് പറയുന്നു എന്നാൽ RD ലിങ്ക് ഓട്ടോ ലോൺ തരാമെന്ന് പറയുന്നു. ഇത് എന്തെന്ന് വെച്ചാൽ ഇത് സുഹാന സഫർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ആൾറെഡി നിങ്ങൾ മാരുതിയിൽ RDയിൽ ഇട്ടിരിക്കണം എന്ന് പറയുന്നു. ഈ RDയിൽ ഇട്ടിരിക്കുന്നത് വന്ന് ഡൗൺ പേയ്മെൻറ്റ് ചേർന്ന ഉടനെ നിങ്ങളെ കൊണ്ട് EMI കെട്ടാൻ പറ്റുമെന്ന ഒരു ഇതിൽ കാർ സെഗ്മെൻറ്റിൽ തരുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ചുമ്മാ ഒരു ഡ്രാമ. ഏത്തർ എന്ത് പറയുന്നു എന്നാൽ ഇന്ത്യയിലിരുന്ന് 1 ലക്ഷം കോടി ഇന്നോവേഷൻ ഫണ്ടിലിരുന്ന് ആശന വാങ്ങി EV ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഹീറോ മോട്ടോഴ്സാണ് പ്രസ് മീൽസ് എടുക്കുന്നത്. ഇതിനുശേഷം ആട്ടോ എന്ത് പറയുന്നു എന്നാൽ PL കംപ്ലയിൻസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. വെച്ചാൽ ഡോളറിൽ സെറ്റ് ചെയ്തിരിക്കുന്നു ഈ പ്രൊഡക്ഷൻ ലിങ്കൊക്കെ. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ കയ്യെഴുത്തിരുന്ന സമയം 70 രൂപയിലാണ് ഒരു ഡോളർ ഇരുന്നത്. 100 രൂപ ഡോളർ എന്ന് പറയുമ്പോൾ ടാർഗറ്റ് 30% കയറ്റുന്നു. ഞങ്ങളെ കൊണ്ട് പറ്റൂല എന്നാണ് അവർ പറയുന്നത്. സിപ്ല വന്നിട്ട് എല്ലാവരും പറയുന്ന പലവരണത്തിന് കൊണ്ട് കുതിര എന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ ആരും കേട്ടില്ല. വില കയറിയതിന് ശേഷം എല്ലാവരും വരുന്നു. ശശിധർ ജഗദീശന് റിട്ടേൺ വച്ചിരിക്കാമോ വേണ്ടാമോ ഇല്ല അവരെ എടുത്ത് മാറ്റാമോ എന്ന് HDFC ബാങ്ക് കാത്തുകൊണ്ടിരിക്കുന്നു. ഷെയറിന് 3 വർഷമായിട്ട് ഇന്നും റിട്ടേൺ ഒന്നുമില്ല. സോ അതിൽ നിന്ന് എടുക്കുന്നത് വളരെ നല്ലതാണ്. എസ്ക്ലേ പോലത്തെ കമ്പനിക്ക് റോയൽറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ റോയൽറ്റി വന്നിട്ട് 1000 കോടി കൊടുത്തിരിക്കുന്നു. 14% AD 1024 കോടി. എന്ത് പറഞ്ഞു എന്നാൽ ഇതൊക്കെ എന്തിനാ നെസ്ലെ അമേരിക്കയിൽ വാങ്ങിയുണ്ട്. റോയൽറ്റിയിൽ ഒരു പങ്കുന്ന വാങ്ങി തയ്ച്ചാൽ മതി, ഡബിൾ ബോണസ് പോലെ. സ്വിറ്റ്സർലാൻഡിൽ വാങ്ങിയായിരുന്നു. ഫ്രാങ്ക് ഇന്നും ഫാസ്റ്റായിട്ട് കയറും. എന്തിന് കൺസിഡർ ചെയ്യണം? പല പ്രാവശ്യം നിങ്ങളടുത്ത് ഞാനിത് പറഞ്ഞായിരുന്നു. 3 ദിവസം തന്നെ ആയി. മെയിൽ നിന്ന് നമ്മൾ വിചാരിച്ചായിരുന്നു. 4 ദിവസം ട്രേഡിംഗ് ആണ്. 43,000 രൂപ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് പാവമാണ്. NRI ഒക്കെ ടാക്സിന് എലിജിബിലിറ്റി ഇല്ല. അല്ലെങ്കിൽ FBI തന്നെ ഇൻവോൾവ് എന്ന് പറയുന്നു. FBI ഒന്നും വന്നില്ല, ഫുൾ ഫെയിലിയർ ആണ്. കാരണം മുൻപേ അനൗൺസ് ചെയ്ത ഉടനെ രൂപ 94, 93ക്ക് ചെന്നായിരുന്നു. രാവിലെ അനൗൺസ്മെൻ്റ് ഒക്കെ ഡൈജസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം 95, 70ക്ക് എത്തി. FMCG എന്ത് പറയുന്നു എന്നാൽ ആയിട്ടൊന്നും വിൽക്കാൻ പറ്റുന്നില്ല. ഇത് കാരണം ഞങ്ങൾ 5 രൂപ 20 രൂപ പാക്കറ്റാണ് വിൽക്കുന്നത്. എൻഡ് പാക്ക് ഞങ്ങളെ കൊണ്ട് വിൽക്കാൻ പറ്റുന്നില്ല. അണ്ടേ ഇല്ലാതെ ലോ പ്രൈസ് ഓഫറിങ്ങിൽ ഇരിക്കുന്നതൊക്കെ നല്ലതായിരിക്കുന്നു എന്ന് പറയുന്നു. ഇതിൻ്റെ ശേഷം എന്തെന്ന് വെച്ചാൽ ടെലികോം ഒന്ന് വെന്യൂ ഗ്രോത്ത് ഇല്ല എന്ന് പറയുന്നു. ടാരിഫിനെ കയറ്റാം എന്ന് അവരോട് ഐഡിയ ഇട്ടിരിക്കുന്നു. ടാരിഫ് കയറ്റിന്ന് വെച്ചോ ഇതും പോവും. കാരണം എയർടെൽ, ജിയോ, വോഡഫോൺ എന്ന് എൻ്റെ വിലയിനെ കയറ്റണം എന്ന ഒരു പിടിയിലാണ് ഇരിക്കുന്നത്. ഇതിനെ വന്നിട്ട് 19 മാസം എന്തോ റിസോഴ്സിനെ കയറ്റിക്കൊണ്ടേ ഇരിക്കുന്നു. സ്ട്രോങ് ബേസ് കൊടുത്തോണ്ടേ ഇരിക്കുന്നു. എല്ലാ കാരണം എത്ര വേണമെങ്കിൽ സ്വർണം ഇടാൻ ഞാൻ വാങ്ങാമെന്ന് പറയുന്നു. ഗ്ലോബൽ മാർക്കറ്റ് ഒരേ ദിവസത്തിൽ സ്റ്റോക്ക്, ഗോൾഡ്, ബോണ്ട് 3 വിറ്റിരിക്കുന്നു. അഷ്ടാഗ് 5% കാലി ഉള്ള സ്ഥലത്തിൽ എങ്ങനെയാണ് തടുത്ത് നിർത്തി ആളെ വീഴാതെ നോക്കിയിരിക്കുന്നു. അത് വലുതായിട്ട് കുറച്ച് വീഴുന്നായിരുന്നു, പക്ഷെ വലുതായിട്ട് വീഴാതെ നോക്കിയായിരുന്നു. വിഷമിക്കേണ്ട, ഈ 2370 പോവും. ഇതാണ് ഇന്നുള്ള ന്യൂസ്. ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ കാശ് വച്ചിരിക്കുകയാണെങ്കിൽ ഇതിൽ ബോണ്ടിൽ ഇടുന്നതാണ് വളരെ നല്ലത്. ഇൻട്രസ്റ്റ് കുറച്ച് സ്റ്റോക്സ് എടുക്കാം. എനിക്ക് നന്ദി പറയാം. ഇപ്പോൾ സ്വർണത്തിൻ്റെ വില 12,900 എത്തിയിരിക്കും. ടാക്സിനായിട്ട് തരുന്നത് 14,100 എടുക്കുന്നു. നന്ദി, നമസ്കാരം.
എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു രണ്ടാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.